Okay, next we shall study about sea water. So, നമുക്ക് sea water എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? എന്താ sea water എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം? ഉപ്പ്. ഉപ്പ്, സോൾട്ടി അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഈ sea വാട്ടറിനെ സോൾട്ടി ആകുന്നതെന്ന് അറിയാമോ? ഇത്ര ഉപ്പ് ദിവസം ഈ വെള്ളത്തിൽ കലക്കുന്നുണ്ട് അല്ലേ? എന്തുമാത്രം വെള്ളം നമ്മൾ പഠിച്ചു 97 something sea water it is, isn't it? 97.4% sea water salty ആണ്. ഇത്രയും ഉപ്പ് അല്ലേ വെള്ളത്തിൽ കലക്കുന്നത്. Rivers ultimately flow into the sea. We know that the rainwater from the rainwater reaches to the streams, ponds, wells, reservoirs and all, and then rivers and all. Finally, all these will reach into the sea. അവസാനം ഇതെല്ലാം ഒഴുകി ഒഴുകി എവിടെയാ ചേരുന്നത്? കടലിലേക്ക് എത്തിച്ചേരും. പോണ്ടിലും പിന്നെ എന്താ പറയുന്ന റിവറിലും ഒക്കെ എത്തുന്ന വെള്ളം അവസാനം എവിടെ എത്തിച്ചേരും? നമ്മുടെ സീയിലെത്തും. അപ്പോൾ ഈ മണ്ണിലുള്ള സോൾട്ടും ഇതിന്റെ ഒപ്പം ഉണ്ടാകും. മണ്ണിൽ സോൾട്ട് ഉണ്ട്. ആ സോൾട്ടി ആഡ് ഡിസോൾഡ് സോൾട്ട് ഇൻ ടു ദ സീ. അപ്പം വെള്ളത്തിലേക്ക് ഈ മണ്ണിൽ ഈ പുഴയിൽ നിന്നൊക്കെ പോകുന്ന വെള്ളത്തിൽ കൂടെ വരുന്നതും എല്ലാം കൂടെ കടലിൽ അടിഞ്ഞുകൂടും. The sea water contains a large amounts of dissolved salt. So if we go to the sea and take a bucket of water, will we get any salt from that water? We feel it tasty, salty tasty, but can we get any salt from that water? No. No, നമുക്ക് കിട്ടത്തില്ല. അത് ഡിസോൾവ്ഡ് ആയി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസോൾവ്? ഡിസോൾവ് മീൻസ് അലിഞ്ഞു ചേരുക. അലിഞ്ഞു ചേരുക. ഓക്കെ. ഹലീമ മോളെ, മോക്ക് ഈ നോയമ്പൊക്കെ ഉള്ളപ്പം ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. 3 ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. മീൻസ് ഫുഡ് കഴിക്കുന്നില്ല, അപ്പം ടയേർഡ് ആവൂലേ, ക്ഷീണം വരൂലേ? മോക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3ാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. മോൾ അതിനുശേഷം യൂട്യൂബ് ക്ലാസ് അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം യൂട്യൂബ് ക്ലാസ് കണ്ടാലും മതി കേട്ടോ. ടയേർഡ് ആവൂലോ, തുടങ്ങിയതല്ലേ ഉള്ളൂ. കുഞ്ഞല്ലേ മോള്. അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ. പിന്നെ ക്ലാസ് പിന്നെ അറ്റൻഡ് ചെയ്യണം രാത്രിയിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം. ഓക്കെ. ഇപ്പം വേണമെങ്കിൽ ടയേർഡ് ആണെങ്കിൽ റെസ്റ്റ് എടുത്തു. പിന്നെ ക്ലാസ് ടീച്ചർ ആയിട്ട് തരും. ഇല്ലേ? ബുദ്ധിമുട്ടില്ലേ? വെള്ളവും പോലും കുടിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, ശരി മോളെ, ശരി. സോ റിവേഴ്സ് അൾട്ടിമേറ്റ്ലി ഫ്ലോ ലാസ്റ്റ് ഫൈനലി വിൽ റീച്ച് ഇൻ ടു ദ സീ. എല്ലാ റിവേഴ്സും ലാസ്റ്റ് വേറെ ഏതെങ്കിലും വലിയ റിവറിലേക്ക് ചെന്ന് അവസാനം ഈ വലിയ റിവർ കടലിലേക്കാണ് ചെന്ന് ചേരുന്നത്. സോ അവിടെ ഒരുപാട് സോൾട്ട് ഉണ്ട്, അതിന്റെ കൂട്ടി ചേരും. So there will be the sea water contains large amounts of dissolved salt. This is why sea water is unfit for drinking, for irrigation or for industries. This actually this much water is there, but this sea water is unfit, not good for not fitting for drinking purposes or irrigation also it is not useful, and for even industrial purposes also sea water is not useful. എന്ന് പറഞ്ഞാല് ഇത്രയും വെള്ളമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നതല്ല സീ വാട്ടറില്. ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്, ഹൗസ് ഹോൾഡ് തിങ്സ് ആൻഡ് ഓൾ, ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒന്നും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്തത് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. നമ്മൾ രാവിലെ പഠിച്ചു കാർ ഉണ്ടാക്കാനും ലോറി ഉണ്ടാക്കാനും ജീപ്പ് ഉണ്ടാക്കാനും എല്ലാം വെള്ളം വേണം അല്ലെ, ഓരോന്നുണ്ടാക്കാൻ. അതിനൊന്നും ഇത് യൂസ്ഫുൾ അല്ല. നെക്സ്റ്റ് ഇറിഗേഷൻ പർപ്പസസ് ഓൾസോ. വാട്ട് ഈസ് ഇറിഗേഷൻ? Agriculture. For agriculture purposes means for pouring water for the plants and all, it is not at all fit. So actually this much water is there in the sea, but still it is not useful for us for anything. But what use is there? What use is there? Where due to the heat of the sun it will evaporate. ഇനി ഞാനൊരു കാര്യം ചോദിച്ചത്, ഇവാപറേറ്റ് ചെയ്ത കണ്ടൻസേഷൻ നടന്ന് ക്ലൗഡ് ആയി റെയിൻ ആയി താഴോട്ട് വരുന്നു. Will that rainwater be salty? Rainwater salty ആയിരിക്കോ? കടലിലെ വെള്ളമാണല്ലോ നീരാവിയായിട്ട് മേലോട്ട് പോയിട്ട് വീണ്ടും അത് ക്ലൗഡ് ഒക്കെ ആയി താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കടലിലെ വെള്ളം ഓട്ടോമാറ്റിക്കലി we know that it is salty. But
When it comes down as a, or when it falls down as a rain, will it be salty? No. റെയിൻ വാട്ടർ നമുക്ക് എപ്പോഴെങ്കിലും സോൾട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഗുണം മാത്രമുണ്ട്. നല്ല കാര്യം അല്ലേ? കുടിക്കാനോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ ഒന്നിനും കടലിൽ വെള്ളം കൊള്ളൂല. ഇറിഗേഷൻ പർപ്പസിന് കൊള്ളൂല. ഇൻഡസ്ട്രിയൽ പർപ്പസസിന് കൊള്ളൂല. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് റെയിൻ എന്നുള്ളത്. ആ റെയിനില് പുള്ളി സോൾട്ടി അല്ലാത്ത നല്ല വെള്ളവും നമുക്ക് തരും. അപ്പൊ യൂസ്ഫുൾ അല്ല സി? യെസ്. ഓക്കെ. നെക്സ്റ്റ് we shall study about the droughts. What is the meaning of drought? DROUGHT. Drought means what? വരൾച്ച. Okay, Malayalam word വരൾച്ച. What is that? What do you mean by that drought? When we do not get sufficient water. The situation of not getting sufficient for our daily uses. We know that water is very important. Without water we cannot live and all, isn't it? Okay. So when we do not get sufficient water for our daily needs, it is known as a drought. What are the reason for that? What is the reason for drought? The scarcity of the less quantity of getting rain. Less, very less. അതായത് നമുക്ക് മഴ വളരെ കുറച്ച് കിട്ടുന്നതാണ് വരൾച്ചയ്ക്ക് കാരണം. എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ മഴ കിട്ടും, വെള്ളമുണ്ട്. Last year, previous year, and we had a flood, isn't it? But now we are facing drought because we do not have rain now. That's what. In our country, there is very little rainfall during the summer months. And this year, we got at least 2, not 2, 3, 5, 6 rain and all during summer season. But last year and all, we did not get at all rain at all during the summer season. കഴിഞ്ഞ വർഷം നമുക്ക് സമ്മർ സീസണിൽ അങ്ങനെ വേനൽ മഴ എന്ന് പറയുന്നത് അധികം കിട്ടിയിട്ടേ ഇല്ല. ബട്ട് ദിസ് ഇയർ നമുക്കിപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇടയ്ക്ക് വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്. സോ എനിവേ, like during rainy season or monsoon season, we will not get rain during summer. The rain, the quantity of rain that we get in the month of June or July, August and all is plenty. But the month of March, April and May, we get very less rainfall, isn't it? And that too in Kerala we get that much. But in many parts of India, they will not get at all rain during summer season. മനസ്സിലായോ? നമുക്കിപ്പോ ഇങ്ങനെ സമ്മർ റെയിൻ എന്നുള്ള രീതിയിൽ കുറച്ച് മഴയെങ്കിലും കിട്ടും, 1, 2, 3 ഒക്കെ. പക്ഷെ മാസങ്ങളോളം മഴ പെയ്യാത്ത സ്ഥലങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ പോലും. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മഴയെന്ന് പറയുന്ന സാധനമേ കിട്ടാറില്ല. ഇനി റെയിനി സീസൺ ആണെങ്കിൽ നമുക്ക് നല്ല റെയിൻ കിട്ടും, അല്ലെ? നമുക്ക് മൺസൂൺ ക്ലൈമറ്റ് ആണ്. ബിക്കോസ് വി ആർ ഇൻ കോസ്റ്റൽ റീജിയൻ. കടലിന്റെ തീരം നമുക്ക് അടുത്തടുത്തുണ്ട്. ബേ ഓഫ് ബംഗാൾ ഈസ് there, Indian Ocean is there, Arabian Sea is there, isn't it? Coastal region. So we get a plenty of rain. But those areas which are not near the coastal regions, they may not get at all rain. People, those who are living in Andhra Pradesh and all, but in Visakhapatnam and all, they will get plenty of rain because it is coastal region. But some regions where there are no seas or oceans, they do not get at all rain. 1 or 2, 3 rains only in a year. 1 അല്ലെങ്കിൽ 2, 3 മഴ, അത്രയൊക്കെ അവർക്ക് ഒരു വർഷം കിട്ടുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ. നമുക്കൊക്കെയോ മഴക്കാലം മൊത്തം മഴയാണ്, അല്ലെ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമുക്ക് എന്താ പറയുന്നത്, തുലാമഴ. അതുകൊണ്ട് ആഘോഷമായിട്ട് ഇടിയൊക്കെ വെട്ടി, അല്ലെ? പിന്നെ നമുക്ക് ഈ പറയുന്ന വേനൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മുടെ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട്, മൺസൂൺ ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. In our country, there is very little rainfall during summer months. This leads to a shortage of water. Summer is followed by the monsoon that brings rain. However, sometimes rain may fall during the monsoon in some areas of the country. So, during summer, after summer, monsoon season is there. So, but in some area, they will not get a monsoon climate also. നമുക്കൊക്കെ മൺസൂൺ ആണ്, മൺസൂൺ ക്ലൈമറ്റ് ആണ് നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്നത്. കോസ്റ്റൽ ഏരിയയിൽ, കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കോസ്റ്റൽ റീജിയനിൽ പെടുന്നതാണ്, അല്ലെ? അതുകൊണ്ട് നമുക്ക് ഈ തീരപ്രദേശമായതുകൊണ്ട് നമുക്ക് മഴ നന്നായിട്ട് ലഭിക്കുന്നു. പിന്നെ പക്ഷെ പല സ്ഥലങ്ങളിലും, however, sometimes rain may fall during the monsoon in some areas of the country. This can lead to a severe shortage of water in those parts. അപ്പം
മഴ തീരെ കിട്ടാത്ത ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാകും. ബിക്കോസ് അവർക്ക് അവിടെ കിണറുണ്ടാവില്ല, കിണറ്റിലൊന്നും വെള്ളം കിട്ടില്ല. ബോർവെൽസ്, ഞാൻ പറഞ്ഞു ബോർവെൽസിൽ എല്ലാവർക്കും ഇപ്പം വലിയ ബോർവെല്ലൊക്കെ കുഴിക്കണമെങ്കിൽ പൈസ വേണം, നല്ല പൈസ വേണം അല്ലേ? അപ്പം ബോർവെൽസ് കുഴിക്കാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഒത്തിരി കുറെ ആഴത്തിൽ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. ഷോർട്ടേജ് ഓഫ് വാട്ടർ വിൽ ബി ദർ. Rivers and ponds dry up. The soil becomes dry since it continues to lose water by evaporation and also due to the transpiration by plants. So if there is no rain and what will happen if there is no rain? Ponds, rivers, wells and all will dry up. അതെല്ലാം ഉണങ്ങിപ്പോകും, അതായത് വറ്റി വരളും. അതുകൊണ്ട് തന്നെ then soil will dry up due to the evaporation and transpiration by plants. And I will പറഞ്ഞു, what is transpiration? Transpiration means losing the water from the plants through the pores. പ്ലാന്റ്സിന്റെ ലൈഫിലുള്ള പോർസിലൂടെ, ചെറിയ ചെറിയ ഹോൾസിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ട്രാൻസ്പിറേഷനിലൂടെ ഇവാപറേഷൻ ത്രൂ ദ സോയിൽ ഓർ ഫ്രം ദ സോയില് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? എല്ലാം വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മഴയില്ലാത്ത കിണറ്റിലും കുളത്തിലും ഒക്കെ വെള്ളം വറ്റിപ്പോകും. Rivers and ponds dry up. The soil becomes dry since it continues to lose water by evaporation and also due to transpiration by plants. Crops cannot grow properly. Such a condition is called the drought. ആ കണ്ടീഷൻ നമ്മൾ എന്താ പറയുന്നത്? ഡ്രൗട്ട്. ഇവിടെ ഡ്രൗട്ടിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, ഡ്രൗട്ടിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഡ്രൗട്ട്, വരൾച്ച വന്നു കഴിയുമ്പോൾ നമ്മുടെ മണ്ണെല്ലാം ഇങ്ങനെ വിണ്ട് കീറി പോലെ, കാരണം വെള്ളമില്ല, ജലാംശമില്ല. നോക്കട്ടെ വീഡിയോ വല്ലതും ഉണ്ടോന്ന്. യൂട്യൂബിലൊന്നും കിട്ടുന്നില്ല, വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല.
നല്ല വീഡിയോ ഇല്ല. വരൾച്ചയെ കുറിച്ചുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. Okay. In our country, some parts of states such as Rajasthan, Gujarat, and Madhya Pradesh are especially prone to drought. This is because by the monsoon winds lose most of their moisture by the time they reach these places. Therefore, there is little rainfall even when the monsoon is normal. Monsoon is normal, but when the wind reaches there, almost all the moisture will lose. So, states like Gujarat, Rajasthan, Madhya Pradesh. മീൻസ് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ആൻഡോള് നമുക്കറിയാം സീ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മൺസൂൺ അവിടെ എത്തിപ്പെടാൻ അത്ര ഇതില്ല. നമ്മുടെ ഇവിടുന്നൊക്കെയുള്ള കാറ്റ് മഴയൊക്കെ അവിടെ വരെ എത്തുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ദേ ആർ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ദേ ആർ ഫേസിങ് ദ ഡ്രൗട്ട്. കൂടുതൽ സമയത്ത് അവർക്ക് ഡ്രൗട്ട് ആണ്, വരൾച്ചയാണ് അവിടെ. Therefore, there is little rainfall even when the monsoon is normal. Shortage of water during drought affects all of us. നമുക്കൊന്ന് ഓർത്ത് നോക്കിയേ, we have well at home or borewell. Then one day if we don't have current, what will be the condition of our life then? We have well, plenty of water is there in the well or in the borewell, okay, but one day if we do not have electricity to pump the water, how the life condition will be? അതിനെന്താ എപ്പോഴും പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നെ എന്തോ ഉണ്ടല്ലോ, ഇന്നൊരു മൂടില്ലല്ലോ പെണ്ണിന്, എന്ത് പറ്റി? വെർ ഈസ് മമ്മി? എവിടെയെങ്കിലും പോയോ? ഇല്ല. പിന്നെ എന്താ ഇന്നൊരു മൂടില്ലാത്ത? ഉച്ച കഴിഞ്ഞ് രാവിലെ ഉഷാറായിരുന്നല്ലോ. ചോറ് വെച്ചില്ലേ മോളെ? ഇങ്ങനൊരു മൂടില്ല, എപ്പോഴും പുറത്തോട്ട് നോക്കിയൊക്കെ ഞാൻ വിചാരിച്ചു അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുന്നുണ്ടോ നോക്കുന്നതാണ്. ഓക്കെ, ഒരു ദിവസം നമ്മുടെ കിണറ്റിലല്ലേ ബോർവെല്ലില്ല, കുഴൽക്കിണറ്റിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാല് പാതിരിക്കുന്ന പോലെ ഇരിക്കും അല്ലെ? മൊത്തത്തിലൊരു വശപ്പശക്ക് തോന്നും, ഒന്നും ചെയ്യാൻ തോന്നില്ല. വെള്ളമില്ല, കൈ കഴുകാൻ വെള്ളമില്ല, കുടിക്കാൻ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും മുഖമൊക്കെ ഒന്ന് കഴുകണം തോന്നും, വെള്ളമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെ? അപ്പം ഡ്രൗട്ട് ഉള്ള സ്ഥലങ്ങളിലെ ആൾക്കാരുടെയോ it will completely affect the people. If there is no water, it will completely affect the people. All crops will dry up.
If there is no water, crops dry up. The people most affected are the farmers. Okay. The farmers are completely affected. അതായത് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അതൊരു വശത്ത് നമ്മുടെ ക്രോപ്സ് നമ്മുടെ വിളവുകളെല്ലാം കരിഞ്ഞുണങ്ങി പോകും. അപ്പൊ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം that is completely loss. As the land is dry, the fertile topsoil is blown away by winds. And if there is no rain and the soil will be dry, and then what will happen when the breeze comes or wind comes, the fertile topsoil, മേളിലുള്ള വളക്കൂറുള്ള മണ്ണെല്ലാം കാറ്റത്ത് പറന്നു പോകും. Blown away due to the breeze. As the land is dry, the fertile topsoil is blown away by the winds. This is known as the soil erosion. നമ്മൾ soil erosion എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. What is soil erosion? Washing away the topsoil is known as soil erosion. പല രീതിയിലുണ്ട്. റെയിൻ വാട്ടറിലൂടെ ഉണ്ട്, അതുപോലെ വിൻഡിലൂടെ ഒക്കെ ഉണ്ട് soil erosion, മണ്ണൊലിപ്പ് നടക്കുന്നത്. It further increases the problem of farmers as the soil becomes less fertile. So when drought is there, soil will become very dry, and when breeze comes, what happens? The top soil, that is fertile soil, top soil will blow off. കാറ്റത്ത് പറന്നു പോകും. ഇനി അതിനുശേഷം കൃഷി ചെയ്യണമെങ്കിൽ പോലും, പിന്നെ മഴ പെയ്ത് കൃഷി ചെയ്യണമെങ്കിൽ പോലും പിന്നുള്ള മണ്ണ് അത്ര വളക്കൂറുള്ളതായിരിക്കില്ല, ഫലഭൂയിഷ്ടമായിരിക്കില്ല. ആൻഡ് so the crops will be very low. അപ്പം വളക്കൂറില്ലാന്നൊരിക്കൽ വെള്ളത്തിന് അല്ല സോറി മണ്ണിന് വളക്കൂറില്ലാന്നൊരിക്കൽ എന്ത് സംഭവിക്കും? ടോപ്പ് സോയില് എല്ലാം പോയില്ലേ? അപ്പം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. The shortage of grains, fruits and vegetables that follow affects us all. So drought വന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ മാത്രമല്ല വെള്ളം ഇല്ലാണ്ടാകുന്നത്, പിന്നെ നമ്മുടെ ക്രോപ്സ് എല്ലാം ഉണങ്ങിപ്പോകും. മണ്ണ് നല്ല ഇത് കിട്ടത്തില്ല നമുക്ക്, മണ്ണ് വളക്കൂറുള്ള മണ്ണെല്ലാം കാറ്റത്ത് പറന്നു പോകും. അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ അത് എല്ലാം കൊണ്ടും നമ്മളെ ബാധിക്കുന്നതാണ്. Livestock and other animals perish due to the shortage of fodder and water. Even animals, all animals need water. So if there is no water, all the living things will be affected. When there is drought, it will affect all the living things, including plants, animals, and the human beings. This results in a shortage of milk and meat, further adding to our problem. So പിന്നെയും പ്രോബ്ലം കൂടുകയുള്ളൂ. കാരണം നമുക്ക് മിൽക്ക് കിട്ടാതെ വരും, അതുപോലെ മീറ്റ് കിട്ടാതെ വരും. എല്ലാ ഐറ്റംസും വെള്ളമില്ല എങ്കിൽ എല്ലാത്തിനും ഷോർട്ടേജ് തന്നെയാണ്. മനസ്സിലായോ? How does the drought affect us? We will not get water for our purpose for drinking, washing, clothing and all. എല്ലാത്തിനും വെള്ളം കിട്ടാതെ ഒന്നിനും തികയാത്ത ഒരവസ്ഥ. പിന്നെ plants also will not get water, so we will not get any crops. And the topsoil, fertile topsoil will be blown away due to the breeze. And all animals also will have to face the scarcity of water. Then totally it is a complete problem. മൊത്തത്തിൽ പറഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലം ആണ്. If monsoon fail for several years in a row, it can lead to a severe drought. People may even die due to the shortage of food and water. Such a condition is known as famine. People may also die due to spread of diseases. Okay. If many years, if you don't get rain continuously like this way, what will happen? It will lead to a severe drought. Severe means a very heavy drought, very big drought. And people may even die also due to the shortage of water and food. ഭക്ഷണവും വെള്ളവും കിട്ടാതെ മനുഷ്യരും മരിക്കും. And this condition is known as famine. Famine means what? പട്ടിണി. അതായത് മഴ പെയ്തില്ല നമുക്ക് ക്രോപ്സ് ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ വരും, ഫുഡ് കിട്ടാതെ വരും, വെള്ളം കിട്ടാതെ വരും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ പട്ടിണി അല്ലെങ്കിൽ ഫാമിൻ എന്ന് പറയുന്നത്. ഓൾസോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഓൾസോ മേ സ്പ്രെഡ്. പലതരത്തിലുള്ള ഡിസീസസ് ഓൾസോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫ്ലഡ്സ്. വാട്ട് ഈസ് ഫ്ലഡ്? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? 2-3 വർഷം അടുപ്പിച്ച് വന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയാം. വാട്ട് ഈസ് ഫ്ലഡ്? എന്താ ഹലീമേ? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഓക്കെ.
In most parts of our country, it rains heavily during the monsoon months. Often, there is so much water in the rivers that many of them rise above their banks and flow into the nearby land. Such a condition is known as flood. Okay. Now we know that in many parts of the parts of our country, not only our country, in the whole world, many parts they will get a plenty of rain during rainy season, and thus during this season, many of the rivers may overflow. Overflow means നിറഞ്ഞു കവിഞ്ഞൊഴുകുക, അതായത് ഈ മഴവെള്ളം എല്ലാം കൂടെ വന്നിട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകും. അത് അതിന്റെ റിവർ ബാങ്കിൽ നിന്നും ഒരുപാട് വെള്ളം പുറത്തേക്ക് വരും. Rivers that many of them rise above their banks and flow into the nearby land. Such a condition is known as flood. So അത് ഈ റിവർ എല്ലാം നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നതിനെയാണ് നമ്മൾ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു മിസ് ഇവിടെ ഭയങ്കര ഇടിയാ. ഐഡിയൊക്കെ ഉള്ളൊരു ഫോൺ ഓഫ് ആക്കി വെച്ചോ, പിന്നെ യൂട്യൂബ് കണ്ടാൽ മതി കേട്ടോ. ഇത് സൗണ്ട് ഇല്ല. എന്തോ സൗണ്ട് ഇല്ല. ഒരു മിനിറ്റ്. ഭയങ്കര noise. അതിന്റെ അടിയിലുള്ള ലാസ്റ്റ് ഇയേഴ്സ് ഫ്ലഡ്, കഴിഞ്ഞ വർഷത്തെ ഫ്ലഡ് 2019 വാട്ടർ ഓവർഫ്ലോസ്. സോ ഡ്രൗട്ടിന്റെ അവസ്ഥ എന്താണ്? എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കും. ഫ്ലഡിന്റെയോ ഓവർഫ്ലോയിങ് അല്ലെ? The flow of water can be very strong, damaging crops, roads, and houses. We saw now how the houses are damaging, and crops also will damage, and the roads and our communication networks, mobile, all communication network, electricity and all will be cut off. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഫ്ലഡിന്റെ സമയത്തോ കഴിഞ്ഞ വർഷം അതിന് മുന്നിലൊക്കെ ഫ്ലഡിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലെ? Crops that get covered with the water cannot grow properly. This leads to food shortage. So ഈ ഫ്ലഡ് വരുമ്പോഴും നമുക്ക് ഫുഡ് ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് our crops also all will be destroyed when water overflows over it. അതിന് മേളിൽ കൂടി ഇങ്ങനെ ഓക്കെ വെള്ളം ഇങ്ങനെ ഒരുപാട് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഓവർഫ്ലോ ആവുമ്പത്തിന് പിന്നെ അത് ചെയ്യാൻ പറ്റാതെ വരും. അതായത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതായത് ക്രോപ്സ് ഒക്കെ വിളവെടുപ്പിന്റെ സമയമായതൊക്കെ ആകാം, പക്ഷെ എല്ലാം നശിച്ചു പോകും. അപ്പൊ നമുക്ക് ഷോർട്ടേജ് ഓഫ് ഫുഡ് ഒക്കെ വരും. പിന്നെ cannot grow properly, this leads to food shortage. Electric lines, water supply and communication networks also get affected. So ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടതാണ് ആ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രിക് കണക്ഷൻസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം കട്ടായി പോയി അല്ലെ? ഫോണൊന്നും ഇല്ലാതെ കുറെ ദിവസങ്ങളൊക്കെ കഴിയേണ്ടതായിട്ട് വന്നു, നെറ്റ്വർക്ക് കിട്ടാതെ. കറണ്ട് ഇല്ലെന്നൊരു പിന്നെ ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കഴിഞ്ഞ വർഷം 2-3 വർഷമായിട്ട് അടുപ്പിച്ച് കാണുന്നതാണ് അല്ലെ? There is shortage of food, drinking water and shelter. Shelter means what? Houses.
Houses also may ഇപ്പൊ കുറച്ച് പഴകിയ ബിൽഡിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ വീണ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം കണ്ട വീഡിയോയിൽ ഒരു നല്ലൊരു ബിൽഡിംഗ് ആണ് വീണ് കിടക്കുന്നത് അല്ലെ, അങ്ങനെ ഉണ്ടാകാം. പിന്നെ കുറച്ച് പഴകിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ വേഗം വീണ് പോകാൻ സാധ്യതയുണ്ട്. സോ ഷോർട്ടേജ് ഓഫ് ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഷെൽട്ടർ. ഉള്ള വെള്ളമുണ്ട്, പക്ഷെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ? ഇല്ല. നമ്മളൊരു മലയാളത്തിലൊരു പ്രോവർബ് ഉണ്ടല്ലോ, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കൊള്ളുന്ന വെള്ളമില്ല. കാരണം ഈ അഴുക്കെല്ലാം കൂടെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിലേക്ക് ചെന്ന് വീണിട്ടുണ്ട്. എല്ലാം ചെന്ന് വീണിട്ടുള്ളത് കൊണ്ട് എന്ത് പറ്റും, ആ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ലാത്തതാവും. പിന്നെ ക്ലീൻ ചെയ്ത് വെല്ലെല്ലാം ക്ലീൻ ചെയ്ത് കിണറെല്ലാം ക്ലീൻ ചെയ്ത് വേണം നമ്മൾ അതൊന്ന് കുടിക്കാൻ ഉപയോഗയോഗ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. The water logging, which may last for several days, can lead to outbreak of diseases such as cholera, malaria, and dengue. People and animals may die due to the drowning, hunger, thirst, and diseases. So last year, I think videos and you might have seen many animals were dead. Human beings were dead. Human beings rescue team and all rescued many people. But not everyone. Some have drawn in the water and died. But many animals, like domestic animals and wild animals both, were killed due to this heavy rain. Means overflow. When water flows like this with such a force, what happens? Animals cannot escape. Some people, while they were moving from their place to a safe corner, they had taken their domestic animals like a cow, dog, and all. But some people could not take all the animals also. They are domestic animals. They all died. Many dogs, cows, goat, and all were dead. Not only that, other animals also. Okay. And also shortage of food. Means we said that when there is flood, people cannot come out of the house to go to the shop to buy food materials and all. Even though they have rice or any other vegetables and all are at home, when the water is inside, they could not cook the food. The rice and all were damaged, and also like this way, many died due to hunger and all. Then it may cause for the outbreak of diseases like cholera, malaria, dengue and all. നമ്മൾക്കറിയാം ഈ അവസ്ഥയിൽ ഈ വെള്ളമൊക്കെ കുടിക്കുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ ക്ലീൻ അല്ല, ഈ അഴുക്ക് വെള്ളമാണ് എല്ലാം ഒലിച്ചു വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ unclean surroundings will cause for the spread of different kinds of diseases. Cholera, malaria, dengue ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. And also we know that many animals like insects, animals, snakes and all may come into our house. They have lost their shelter. And they may flow through the water and they may enter into our house and all. അങ്ങനെ പാമ്പും പഴുതാരയും അങ്ങനെയൊക്കെ ഉള്ള ക്ഷുദ്രജീവികളൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കയറി പറ്റുന്നു. ഇങ്ങനെ കുറേ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഡ്യൂറിങ് ഫ്ലഡ് ഓൾസോ. In coastal areas, flooding is often caused by cyclones. Coastal regions almost always they are facing or it is affected by the cyclones. Cyclone ഉണ്ടാകുന്നത് കൊണ്ട്, ന്യൂനമർദ്ദം ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇതുപോലെ ഫ്ലഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. A cyclone is very strong wind accompanied with a very heavy rain. അതായത് വലിയ കാറ്റോട് കൂടിയിട്ടുള്ള മഴ. നമുക്ക് ഇന്നാള് പിന്നെ കുറച്ചു നാള് മുന്നേ നമുക്കൊരു സൈക്ലോൺ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ന്യൂനമർദ്ദം വന്നിട്ട് ഭയങ്കരമായിട്ട് കാറ്റും മഴയെല്ലാം കൂടെ വന്നു. പക്ഷെ അത് വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കാതെ എങ്ങി പോയി. പക്ഷെ ചില സമയത്ത് കോസ്റ്റൽ റീജിയനിൽ വരുന്ന ഈ പറയുന്ന സൈക്ലോൺസ് ഉണ്ടാകുക ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി ടു ദ പീപ്പിൾ. വളരെ ബാഡ് ആയിട്ട് തന്നെ ജനങ്ങളെ ഒക്കെ അഫക്ട് ചെയ്യും. The strong wind causes high waves called tidal waves in the sea. They cause flooding in coastal areas. And you know tsunami in 2004 in Kerala and many parts of India and many other parts of coastal regions of world were affected by tsunami. What is tsunami? Tidal waves. What is tidal waves? Very high level waves. അതായത് earthquakes that happens in the sea is known as tsunami. ആ എർത്ത് കടലിലുണ്ടാകുന്ന എർത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ സുനാമി എന്ന് പറയുന്നത്. അതിന്റെ എഫക്റ്റ് ആയിട്ട് ടൈഡൽ വേവ്സ്, വലിയ തിരമാലകളൊക്കെ വന്നിട്ട് ഒരുപാട് പിന്നെ മനുഷ്യരുടെയും അനിമൽസിന്റെ ഒക്കെ ജീവന് ഭീഷണിയാകുന്നു. In our country states
States like Andhra Pradesh, Assam, Bihar, Gujarat, Maharashtra, Odisha, Tamil Nadu, and West Bengal are especially prone to floods and cyclones. So, these areas, Bihar, Andhra Pradesh, that is coastal region, Andhra Pradesh, Assam, Bihar, Gujarat, Maharashtra, Odisha, Tamil Nadu, and West Bengal. These സംസ്ഥാനങ്ങളിലേക്ക് എല്ലാ ഭാഗങ്ങളിലും അല്ല, പക്ഷെ കോസ്റ്റൽ റീജിയനിൽ are affected by the flood. കേരളത്തിൽ നമുക്ക് 2-3 വർഷമേ ആയുള്ളൂ ഫ്ലഡ് ഉണ്ടായിട്ട്, അതിന് മുന്നേ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അതിന്റെ ഫ്ലഡ്സ് ആൻഡ് സൈക്ലോൺസ് ഒക്കെ ഉണ്ടാകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ബീഹാർ, ആസാം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട് ആൻഡ് വെസ്റ്റ് ബംഗാൾ ഒക്കെ. Okay. Next, conservation of water. Our time is up. We will continue in the next class, Thursday. Okay. Bye.